വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവലാണ്. അപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, അതേപോലെ ഞാൻ ഏതാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോസ് കോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ് ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ള ഒരു മെത്തേഡാണ് ത്രെഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഫേഷ്യൽ ഹെയർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നത്തെ ഒരു മെത്തേഡാണ് വാക്സിങ്. വാക്സിങ് ചെയ്യാനായിട്ട് വാക്സും അതുപോലെ തന്നെ വാക്സിങ് സ്ട്രിപ്സും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഫേസിൽ നമ്മൾ നല്ല രീതിക്ക് അത് വാക്സ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഒരു രണ്ട് മെത്തേഡിൻ്റെയും ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഉണ്ടാകുന്ന ഹെയർ ഗ്രോത്തിന്റെ ഫ്രീക്വൻസി നല്ല കുറവായിരിക്കും. അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അതുണ്ടാകുന്നത്. അതേസമയം നമ്മൾ ഷേവ് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഹെയർ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരുന്നതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും, നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവും. പെയിനൊക്കെ സഹിക്കാൻ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ രണ്ട് മെത്തേഡും നല്ലൊരു മെത്തേഡാണ് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ചെയ്ത പോർഷനിലുള്ള ആ ഒരു സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ട് റെഡ് കളറായിട്ട് കുറച്ച് നേരത്തേക്ക് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്തൊരു മെത്തേഡാണ് നമ്മൾക്ക് ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നോർമലി എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ഫേഷ്യൽ റേസർ, അതായത് ഇതാണ് ഫേഷ്യൽ റേസർ. ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഇതാണ് ചെയ്യാറ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്, നമ്മൾക്ക് ചിലവില്ല. ഇത് വാങ്ങിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ചിലവൊന്നുമില്ല. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കട്ട്സോ കാര്യങ്ങളോ വരാതെ ശ്രദ്ധിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. പിന്നെ ഇത് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പച്ച കളറിൽ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കിതിരെ വന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മെത്തേഡാണ് മെഷീൻസ് ഇതിന്റെ അവൈലബിൾ ആണ്. അപ്പോൾ ആ മെഷീൻസ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെറിയ ഹെയർ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെയുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതും ചെയ്യാൻ പറ്റും. അത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന മെത്തേഡ് നമ്മുടെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫേഷ്യൽ ഷേവിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഡ്രൈ ഷേവിങ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നമ്മുടെ മമ്മാർത്തിന്റെ ഉപ്ടൻ അൾട്രാ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് അതിനുശേഷം റേസിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ഞാൻ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാം. ഫേസ് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് അത് ചെയ്യാനായിട്ട്, കാരണം റേസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഈ ഒരു ക്രീം എടുത്ത്, ക്രീമോ അലോവേര ജെല്ലോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പൗഡേഴ്സ് ഒന്നും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഡ്രൈ ഷേവിങ് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു റേസർ സ്കിന്നിൽ സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാനൊക്കെയാണ്. പൗഡറാണ് ഇടുന്നതെന്നാണെങ്കിൽ ഡ്രൈ ആവില്ലുള്ളൂ. അപ്പം അതൊന്നും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം ഇത് ഞാൻ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇറിറ്റേറ്റഡ് ആക്കാതെ നോക്കുകയും കൂടെ വേണം. ഐബ്രോസ് ഒക്കെ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് റേസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നമ്മുടെ റേസർ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലേഡ് നമ്മളിങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് വിട്ടാൽ മതി. നമുക്ക് ഹെയർ കിട്ടും. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ കട്ട്സ് കാര്യങ്ങളൊക്കെ വീഴാതെ ശ്രദ്ധിക്കുക എപ്പോഴും. നല്ല രീതിക്ക് സ്കിന്നിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതും പോരും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഐബ്രോസ് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വന്നു മൂടിയിട്ടുള്ള ഒരു സ്കിന്നിന് കളറ് കുറവായിട്ടായിരിക്കും തോന്നുക. അപ്പോൾ ഈ ഒരു ഹെയർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. അതുപോലെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ, ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവൽ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഇനി നമുക്ക് ഫേസിലൊരു മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രീമോ ഇട്ട് കൊടുക്കാം. അലോവേര ജെല്ലോ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മമ്മാർത്തിൻ്റെ ഈ ഒരു സെയിം മോയ്സ്ചറൈസറാണ് ഫേസിലിടുന്നത്. ഏത് ക്രീം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, പക്ഷെ ഇത് മസ്റ്റാണ്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഫേസ് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ചേട്ടാ.